ഹീറോയിന് ചെറിയ വയസ്സ് മുതൽ തന്നെ ടൊററ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം ഉള്ളതുകൊണ്ട് തന്നെ ചിക്ക് ചിക്ക് എന്ന് പറഞ്ഞ ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവളെ എല്ലാവരും കളിയാക്കും. പക്ഷേ വളർന്നത് ഇവളൊരു ടീച്ചർ ആവുകയാണ്. അങ്ങനെ ഇവളൊരു സ്കൂളിൽ ജോയിൻ ചെയ്തത് ആ പ്രിൻസിപ്പാളിനോട് എന്നെ വിശ്വസിച്ച് ഈ ജോലി തന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയാണ്. അപ്പോൾ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു സാറ് നിങ്ങൾക്ക് എന്തിനാണ് ഈ ജോലി തന്നതെന്ന് നിങ്ങളുടെ ക്ലാസ്സിൽ പോയി നോക്കൂ, അപ്പോൾ മനസ്സിലാവുമെന്ന് പറയാണ്. അതിനുശേഷം വാണ്ടിയാർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ സാറിൻ്റെ 9A എന്ന് പറഞ്ഞ ക്ലാസ് കാണിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ പഠിപ്പിക്കാനുള്ള 9F എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് കാണിക്കുകയാണ്. പക്ഷേ ആ ക്ലാസ്സിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രിൻസിപ്പളും ഈ ക്ലാസ്സിലുള്ള ഓരോന്നും ഓരോ തരത്തിലാണ്, കുറച്ച് സൂക്ഷിച്ചോന്ന് പറയാണ്. അങ്ങനെ അടുത്ത ദിവസം ആ പിള്ളേരൊക്കെ ആയിട്ട് ഹീറോയിൻ സംസാരിക്കാൻ വിചാരിച്ചപ്പോൾ ഇവളുടെ അസുഖം വെച്ചിട്ട് അവർ കളിയാക്കാൻ തുടങ്ങാണ്. അങ്ങനെ ആ പ്യൂൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് ഈ പിള്ളേർ ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് ചോദിച്ചതും പ്യൂൺ പറയാണ് ആ 9Fലുള്ള പിള്ളേരൊക്കെ ചേരിയിൽ വളർന്ന് ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച പിള്ളേരാണ്. ഗവൺമെൻറ് അവരുടെ സ്കൂൾ ഇടിച്ചുകൊണ്ട് തന്നെ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്ന കുട്ടികളൊക്കെ ഈ സ്കൂളിലേക്ക് മാറ്റിയിരിക്കുകയാണെന്ന് പറയാണ്. അങ്ങനെ ലാബിൽ ലിക്വിഡ് നൈട്രജൻ വെച്ചിട്ട് നമ്മുടെ ഹീറോയിനെ ഒരു പണി കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് പാളിയിട്ട് പ്രിൻസിപ്പൾ ഇവരൊക്കെ സസ്പെൻഡ് ചെയ്യുന്നു പറയാണ്. പക്ഷേ നമ്മുടെ ഹീറോയിനും അത് ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരുമ്പോൾ തെറ്റായി പോകാമെന്ന് പറഞ്ഞിട്ട് അവരെ രക്ഷിക്കുകയാണ്. അങ്ങനെ പ്രിൻസിപ്പൾ നീ എന്തിനാണ് അവരെ രക്ഷിക്കുന്നതെന്ന് ചോദിച്ചത് എനിക്ക് വേണ്ടി ലാസ്റ്റായിട്ട് ഒരു ചാൻസാണ്, ആ പിള്ളേരെ ഞാൻ നല്ല മാർക്കോടെ പാസ്സാക്കി തരാമെന്ന് പറയാണ്. അങ്ങനെ അടുത്ത ദിവസം മുതൽ തന്നെ ഹീറോയിൻ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ആ പിള്ളേരും ക്ലാസ്സിൽ മര്യാദയ്ക്ക് വരാൻ തുടങ്ങാണ്. ആ സ്കൂളിൽ നല്ല മാർക്ക് എടുത്തുകൊണ്ട് തന്നെ 9Aയിലുള്ള പിള്ളേർക്കൊക്കെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബാഡ്ജ് കൊടുക്കുകയാണ്. അങ്ങനെ പാരൻസ് മീറ്റിങ്ങിന് ആ പിള്ളേരുടെ വീട്ടിൽ നിന്ന് ആരും വരാത്തതുകൊണ്ട് തന്നെ ഹീറോയിൻ തന്നെ അവരുടെ താമസിച്ചിരിക്കുന്ന ചേരിയിലേക്ക് പോവാണ്. അപ്പോഴാണ് ഇവരെല്ലാവരും ഓരോരോ ജോലി ചെയ്തതിന് ശേഷമാണ് പഠിക്കാൻ വേണ്ടി വരുന്നതെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ അവർക്ക് മനസ്സിലാൻ വേണ്ടി പ്രാക്ടിക്കലായിട്ട് തന്നെ ഹീറോയിൻ ഓരോന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ആ ടൈമിലായിരിക്കും 9Aയിലുള്ള ഒരു പെണ്ണിനെ സയൻസ് എക്സിബിഷന് 9Fലുള്ള ഒരു പയ്യൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ആ 9Aയുടെ സാർ വന്നിട്ട് പഞ്ചർ ഒട്ടിക്കുന്നവർക്കൊക്കെ ഇവിടെ എന്താ പണിയെന്ന് പറഞ്ഞിട്ട് ഇവൻ അപമാനിച്ചു വിടുകയാണ്. അതുകൊണ്ട് തന്നെ ആ മൊത്തം പ്രോജക്റ്റ് തന്നെ അവൻ കൊളാപ്സ് ചെയ്യാണ്. അങ്ങനെ ഇതാരാ ചെയ്തതെന്ന് മനസ്സിലാക്കി 9Aയിലെ സാർ വന്ന് ചോദിച്ചത് അവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ചാണ് ചെയ്തതെന്ന് എല്ലാവരും പറയണം. അങ്ങനെ പ്രിൻസിപ്പളും ഇനി ഈ പിള്ളേർ സ്കൂളിലേക്ക് വരാൻ പാടില്ല, എക്സാം ചെയ്താൽ മാത്രം വന്നാൽ മതി, അതും നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം എന്ന് ആ ടീച്ചറോട് പറയണം. അങ്ങനെ ഹീറോയിനും സങ്കടത്തിൽ കരയാൻ തുടങ്ങാണ്. അങ്ങനെ അടുത്ത ദിവസവും ആ പിള്ളേരും ചെയ്ത തെറ്റ് റിയലൈസ് ചെയ്തിട്ട് ഇവരുടെ അടുത്ത് വന്ന് മാപ്പി വയ്ക്കുകയാണ്. അതിലേക്ക് ആ സ്കൂളിൻ്റെ പ്യൂണ് അവിടെയുള്ള 2 പിള്ളേർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ അവർ ഞങ്ങൾക്കൊന്നും ഇത് വേണ്ട, ഞങ്ങൾ പഠിച്ച് എഴുതിക്കോളാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോവാണ്. അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞതും 9Fലെ എല്ലാ പിള്ളേരും പാസ്സാവാണ്. അതിൽ 2 പെൺപിള്ളേർ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് തന്നെ വാങ്ങാണ്. അപ്പോഴാണ് 9Aയിലെ സാറ് ആ 9Fലെ പിള്ളേരൊക്കെ ഈ പ്യൂണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്തുകൊണ്ടാണ് പാസ്സായിരിക്കുന്നതെന്നൊക്കെ പറയണം. അങ്ങനെ പ്രിൻസിപ്പളും അവരെല്ലാവരും സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറയാണ്. പക്ഷെ അവരും ഞങ്ങൾ ഒരു തെറ്റും ചെയ്തില്ലെന്ന് പറയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് 9Aയിലെ സ്റ്റുഡൻ്റാണ് ആ 9Fലെ സ്റ്റുഡൻസിനെ ഇഷ്ടപ്പെടാതെ പ്യൂൺ മൂലം ആ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരെ അറിയിച്ചിരിക്കുന്നതെന്ന് 9Aയിലെ സാറിന് മനസ്സിലാവാണ്. അങ്ങനെ തൻ്റെ സ്റ്റുഡൻ്റാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആ സാറ് ഷോക്കാവാണ്. അങ്ങനെ തൻ്റെ സ്റ്റുഡൻറ്റ് ചെയ്ത തെറ്റ് താൻ ചെയ്താണെന്ന് പറഞ്ഞിട്ട് സാറെല്ലാം ഏറ്റു പറയാണ്. അത് മാത്രമല്ലാതെ പുള്ളി തന്നെ 9Fൽ ഏറ്റവും കൂടുതൽ മാർക്ക് എടുത്ത ആ 2 പെൺകുട്ടിക്ക് പെർഫെക്റ്റ് എന്നുള്ള ബാഡ്ജും കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. ആ തെറ്റ് ചെയ്ത ആ ചെക്കനും എനിക്ക് ഈ ബാഡ്ജിന് അർഹനല്ലെന്ന് പറഞ്ഞിട്ട് അത് സാറിൻ്റെ കയ്യിൽ അഴിച്ചു കൊടുത്തിട്ട് പോവാണ്. അതിനുശേഷം 2 ക്ലാസ്സിലെ പിള്ളേർ ഒരുമിച്ച് തന്നെ പഠിക്കാനും എല്ലാവരും ഹാപ്പി ആയിട്ട് പോവാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആ പിള്ളേരൊക്കെ അവിടെ നിന്ന് പാസ്സായിപ്പോയി നമ്മുടെ ഹീറോയിനും ഇപ്പോൾ ആ സ്കൂളിൻ്റെ തന്നെ പ്രിൻസിപ്പളായി മാറാണ്. വർഷങ്ങൾക്ക് ശേഷം അവരൊക്കെ തിരിച്ചു വന്ന് ഇപ്പോൾ നല്ല നിലയിലായിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിനും ഒരുപാട് സന്തോഷമാവാണ്.